എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മകീരം നക്ഷത്രക്കാർക്ക് 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം, അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ്. മകീരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Swords, Lovers, 5 of Cups, 7 of Pentacles, Knight of Pentacles, 3 of Pentacles. ആദ്യം തന്നെ Knight of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പല പരാജയങ്ങളാണ് എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും വിജയമായിട്ട് മാറുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല എക്സ്പീരിയൻസിൽ നിന്നും, നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പാഠത്തിൽ നിന്നും ഇനി എങ്ങനെ ജീവിതം നയിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡായിട്ടുള്ളൊരു വർഷമായിരിക്കും. ഈ ഒരു പ്രപഞ്ചത്തിൽ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്ലേസിലാണ് നിങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിൽ ഉള്ളത്. നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയിട്ടാണ്. പിന്നെ ചില വ്യക്തികൾ, അതായത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ കുറ്റം ആരോപിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പലതരത്തിൽ അങ്ങനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മേൽ പല ആരോപണങ്ങളും ഉന്നയിക്കാനായിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പല ശ്രമങ്ങളും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എങ്കിൽ പോലും നിങ്ങളെ അത് എഫക്റ്റ് ചെയ്യാതെ പോവുകയാണ്. കാരണം ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ പലരും എന്തൊക്കെ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ മേൽ ഏൽക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒന്ന് മാത്രം, ആരൊക്കെ നിങ്ങളെ ഏത് രീതിയിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരോപണങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരികയാണെങ്കിലും എല്ലാത്തിനെയും വളരെ കാമായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കുക. റിയാക്ട് ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം, പക്ഷേ റിയാക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക. പറ്റുന്നുണ്ട് എങ്കിൽ ആ വ്യക്തികളോട് നേരിട്ട് സംസാരിക്കാതെ തന്നെ ഇരിക്കുക. അത് നിങ്ങൾ ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ മേലധികാരികളായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടുന്നത്. അതേപോലെ ലവേഴ്സ് എനർജിയാണ്. കുടുംബജീവിതം പൊതുവെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. കാരണം അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ഇടയ്ക്ക് വഴക്കുകളും പ്രശ്നങ്ങളും, എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങളും അന്തച്ചിത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇച്ചിരി സമാധാനക്കേടുണ്ടായിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അത് കാണിക്കുന്നില്ല. അത് കുറഞ്ഞ പക്ഷം ഈ ഒരു വർഷം വളരെ മനസ്സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയം എന്ന് പറയാം. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണ് എങ്കിൽ കുറച്ചധികം നാളായി, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ആ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലൊരു ഫീലിംഗ് ഉണ്ടാവാം. സ്ഥിരം ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുന്നു എന്നുള്ള ഒരു സമയം ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വർക്ക് ചെയ്യാതിരുന്ന പലതും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം, പേഴ്സണൽ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ, അതായത് ഇതിനു മുമ്പ് വർക്ക് ചെയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതിനൊരു കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നു, നിങ്ങളുടെ പെരുമാറ്റ രീതി, ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ആ ഒരു ഓൾഡ് വേ ഓഫ് ലിവിങ് അത് മാറ്റി പുതിയൊരു ന്യൂ വേ ഓഫ് ലിവിങ്ങിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു. അച്ഛനമ്മ, മക്കൾ, അതേപോലെ നല്ലൊരു കുടുംബം, പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, അതുപോലുള്ള ജീവിതമൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. 5 of Cups എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്
അപ്പോൾ ഈ ഒരു എനർജി ഓഫ് 5 of Cups എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞുപോയ കാലം മനസ്സിൽ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അതൃപ്തി, മനസ്സമാധാനക്കേട്, അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ, സന്തോഷക്കുറവിനൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാത്തതാണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലത്തിൽ ഉള്ള സങ്കടങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോണ കാലത്തെ സങ്കടങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒന്നാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ബാല്യം കഴിഞ്ഞ് യൗവനം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാല്യം, കൗമാരം, യൗവനം എന്നുള്ളത് അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. പക്ഷേ അതിൻ്റെ ഓർമ്മകൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ഓർമ്മകൾ മനസ്സിൽ കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. കാരണം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ യൗവനത്തിന് എത്തുമ്പോൾ ബാല്യം നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ബാല്യം തിരിച്ചു കിട്ടുകയുമില്ല, ആ യൗവനം ആസ്വദിക്കാനും പറ്റില്ല. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക. ആ ഒരു ഫീലിംഗ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനക്കേട് തരുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ പ്രത്യേകിച്ച് അത് എടുത്തു പറയാനുള്ളത്, പൊതുവെ എല്ലാവരിലും കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രായമായിട്ടുള്ള ആളുകൾ, കാരണം പ്രായമായിട്ട് പ്രത്യേകിച്ച് ജോലി ചെയ്തിരുന്നത് റിട്ടയർ ആയിട്ടുള്ളവർ, അപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാർ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് വലുതായിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഈ ചിന്തകളൊക്കെ നിങ്ങളെ അലട്ടുന്നതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യാം, ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള എന്തൊക്കെ ഹോബീസ് ഉണ്ട് അതൊക്കെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. അതിന് സമയം ചിലവഴിക്കുക. അതേപോലെ തന്നെ 7 of Pentacles എനർജിയാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ജോലി കാര്യങ്ങൾ അതിലൊക്കെ മുന്നേറ്റവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്, നിങ്ങളിപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, നിങ്ങൾ പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പഠിത്തത്തോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലോ മറ്റോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സൈഡ്, പ്രത്യേകിച്ച് അതിന് ടൈമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് അധികം എഫേർട്ടൊന്നും ഇടാത്ത കാര്യമാണ്. അപ്പോൾ സൈഡായിട്ട് അത് നടന്നുകൊണ്ട് പോവും. അതേസമയം നിങ്ങളുടെ വിദ്യാഭ്യാസവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവും. ഇപ്പോഴേ ചെറിയ രീതിയിൽ തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു പൈസ അതിൽ നിന്ന് സാമ്പത്തികവും നേടാനായിട്ട് പറ്റും. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ബിസിനസ്സൊക്കെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ വിപുലീകരിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക നേട്ടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് അധികം എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഒരു മീഡിയം റേഞ്ച് വരെ ഒരു സേഫ്റ്റി ഉള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഒരു മീഡിയം റേഞ്ച് വരെ റിസ്ക് ഉള്ള, അതായത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇതിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ നല്ലത്. പെട്ടെന്ന് ധനം ലഭിക്കും അല്ലെങ്കിൽ ഒത്തിരി ലാഭമുണ്ടാകും എന്നുള്ളൊരു ചിന്തയിൽ റിസ്ക് എടുത്ത് പോകാൻ പറ്റിയ ഒരു സമയമല്ല ഇപ്പോൾ. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ടും സിറ്റുവേഷൻ അനുസരിച്ചിട്ടും വളരെയധികം ധാരണയുള്ള ആളുകളാണ് എങ്കിൽ, ബിഗിനേഴ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്, ധാരണയുള്ള ആളുകൾ അവർക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ. അതേപോലെ തന്നെ 3 of Pentacles എനർജി കണക്ഷൻസ് ആണ്. വരുമാനം ഒരു വഴിയിലൂടെ അല്ലാണ്ട് പല വഴിയിലൂടെ വരുമാനം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കരിയർ ഓറിയൻറ്റഡ് ആൻഡ് ഫിനാൻസ്, പണത്തിൻ്റെ ചിന്ത കൂടുതലായിട്ട് മൈൻഡിൽ, അതാണ് കൂടുതലും നിങ്ങളെ അലട്ടുന്നതും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതും ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുകൂടാതെ നമ്മൾ ദൈവികമായിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ജീവിതം മുന്നോട്ടേക്കാണ്, പുറകോട്ടേക്കല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനും ഒക്കെ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ്.
കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ, കുടുംബത്തിലുള്ളവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.